ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇത് ഇന്ത്യയാണ്, അതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംബാൽ ഇഷ്യൂവിനെ കുറിച്ച്. സംബാലിലെ മോസ്കിന്റെ എൻട്രൻസിൽ ഒരു കിണറുണ്ട്. ആ കിണറിനെ ചൊല്ലി ഇപ്പോൾ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഹിന്ദു സൈഡിലുള്ള അഡ്വക്കേറ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കിണർ ഇപ്പോൾ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ലാൻഡിലാണ് എന്നുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇത് റിച്വൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കിണറാണെന്നും കൂടിയാണ് അവർ പറയുന്നത്. എന്നാൽ മുസ്ലിം സൈഡിലുള്ള അല്ലെങ്കിൽ പള്ളിയുടെ അഡ്വക്കേറ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കിണർ സിറ്റുവേറ്റ് ചെയ്യുന്നത് പകുതി പ്രൈവറ്റ് ലാൻഡിലും പകുതി പള്ളിയുടെ ലാൻഡിലും എന്നാണ്. അതിനോടൊപ്പം തന്നെ ഒരു കൺസേൺ ഈ അഡ്വക്കേറ്റ് ബോധിപ്പിക്കുന്ന പറയുന്നത് ഒരു നോട്ടീസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നോട്ടീസിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കിണർ ഹരിമന്ദിരത്തിന്റെ കോർണറിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു നോട്ടീസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിലീജിയസ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് സംശയമുണ്ട് എന്നാണ് ഈ അഡ്വക്കേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കോടതി ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല. കാരണം അവിടെ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുകയും കോടതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നും 2 ആഴ്ചയുടെ ഉള്ളിൽ അതോറിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് ഏൽപ്പിക്കണമെന്നും കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.